ഇന്ന് കുറച്ച് ടിപ്സ് പറഞ്ഞാലോ. നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റേ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് സൈഡിൽ കൂടി ചിലപ്പോൾ ഇങ്ങനെ താഴെ പോകാറില്ലേ. അപ്പോൾ അത് പോകാതെ നമുക്ക് ഒഴിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പാട്ടോ ഈ കാണിക്കുന്നതേ. നമുക്കിതുപോലെ ഒരു സ്പൂൺ വെച്ചതിന് ശേഷം അടുത്ത ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ഗ്ലാസ്സിലേക്ക് വീഴുകയും അടുത്തതായിട്ട് നമ്മുടെ കാസറോളിൽ ചൂട് നിൽക്കുന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാസറോളിൽ ചൂട് നിൽക്കാൻ യൂസ്ഫുൾ ആട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചില സമയത്തെ നമ്മുടെ ജനലിന്റെ സൈഡ് അങ്ങനെയൊക്കെയുള്ള പോർഷൻ ഒന്ന് ക്ലീൻ ചെയ്യാൻ പാടാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ബ്രഷ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ കേട്ടോ. വെണ്ടയ്ക്ക് എളുപ്പം കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് ടൈം സേവ് ചെയ്ത് പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. അടുത്തതായിട്ട് നമ്മുടെ അരി ഒന്ന് ക്ലീൻ ചെയ്യുന്ന ടിപ്പാണേ. നമ്മുടെ അരി നല്ല ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് വെക്കണം. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് ക്ലീൻ ചെയ്ത് എടുക്കാവേ. നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുന്ന സമയത്ത് നമ്മുടെ അരിയിലുള്ള അഴുക്കെല്ലാം പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാട്ടോ. ഞാൻ നോർമലി ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു 3 തവണ നോർമൽ വാട്ടറിലും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുവേ. അടുത്തതായിട്ട് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള മരത്തിൻ്റെ നമ്മുടെ തവികളുണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്യാനുള്ള ടിപ്പാണേ. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ തവിയെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒരു പിടി ഉപ്പാട്ടോ. ഉപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ നമ്മുടെ വെള്ളം തിളച്ചതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലൂടെ ഇട്ട് നല്ലപോലെ തിളച്ച് വെക്കണം. ഇപ്പം നമ്മൾ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും കണ്ടോ, നമ്മൾ ഉപ്പിട്ട് തിളപ്പിക്കുന്ന സമയത്ത് അതിലെ അഴുക്ക് കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട് ഈ മെത്തേഡാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടും കൂടെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം തീ ഓഫ് ചെയ്ത് വെക്കാനായിട്ടേ. നമ്മൾ സാധാ എപ്പോഴും എടുത്തിട്ട് ക്ലീൻ ചെയ്യുമായിരിക്കും, പക്ഷെ എന്നാലും ഒരു ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും അഴുക്ക് ഇതിലുണ്ടായിരുന്നെന്ന് ഞാൻ പോലും വിചാരിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മളെപ്പോഴും എടുത്തിട്ട് കഴുകി വെക്കുന്നതല്ലേ, അതിലെ എണ്ണയും എല്ലാം പോകും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് എടുത്തതിന് ശേഷം ലേശം വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഇടയ്ക്കെടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ലേശം വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അത് കേടാവാതെയൊക്കെ ഇരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.